ഇപ്പോൾ അടുത്ത കാലത്ത് മൈലാഞ്ചി ഇടുന്നതിനെ കുറിച്ച് ചില വിവാദങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മൈലാഞ്ചി ഇട്ടിരുന്നതിനെ കുറിച്ച് ഓർത്തിരുന്നു കേട്ടോ. സോ ഇന്നത്തെ എൻ്റെ സ്റ്റോറി അതിനെക്കുറിച്ചായിക്കോട്ടെ എന്ന് തോന്നി. അപ്പോൾ വെൽക്കം ടു അടുത്ത നല്ല സ്റ്റോറി ഓഫ് കലവില ടോക്സ്. അതെ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടിരുന്നത് മൈലാഞ്ചീൻ്റെ ഇല അരച്ചിട്ടാണ് കേട്ടോ. ഏതെങ്കിലും തൊടിയിലും മറ്റും പോയി പറിച്ചുകൊണ്ട് വരും, ഇല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലെ അതിർത്തിയിലൊക്കെ ഉണ്ടാകും. മൈലാഞ്ചി ഇല ഊരിയെടുക്കുക എന്നാണ് ഞങ്ങളുടെ അവിടെ പറയാറ്. അങ്ങനെ എടുത്തു കൊണ്ടുവന്ന ഇല ഇച്ചിരി വെള്ളം ചേർത്ത് അമ്മീൻ്റെ മുകളിലിട്ട് അരച്ചെടുക്കും. എന്നിട്ട് ഈ അരച്ചെടുത്ത മൈലാഞ്ചി ഉണ്ടല്ലോ ഒരു പാത്രത്തിലാക്കും കേട്ടോ. അതും നല്ല പാത്രത്തിലൊന്നും ആകൂല കേട്ടോ. പഴയ ഏതെങ്കിലും പൊട്ടിയതോ ഞെളുങ്ങിയതൊക്കെ ആയ പാത്രങ്ങളിലായിരിക്കും. പിന്നെ ഉണ്ടല്ലോ, ഇത് അരച്ചു കഴിഞ്ഞാൽ കൈയൊക്കെ ഒരു ഓറഞ്ച് കളറായിട്ടുണ്ടാവും. അപ്പം തന്നെ മനസ്സിനൊരു കുളിർമയാണ്. എന്നിട്ട് ഞങ്ങൾ പിള്ളേർ സെറ്റ് പറയും, ആ നല്ല ചുവക്കിട മൈലാഞ്ചിയാണെന്ന് തോന്നണോ. വല്ലാത്ത സന്തോഷമായിരിക്കും എല്ലാത്തിൻ്റെയും മുഖത്ത്. ഈ മൈലാഞ്ചി ഇട്ടിട്ട് അധികം പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിടാൻ വേണ്ടി അമ്മയെ ആശ്രയിക്കണം. അരച്ച മൈലാഞ്ചി കൊണ്ട് ഇപ്പം അമ്മയുടെ അടുത്ത് പോയാൽ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കുന്നു ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് രാത്രി ആവുന്നവരെ ഒരു കാത്തിരിപ്പാണ്. രാത്രിയിലെ അമ്മ ഫ്രീ ആകും. എൻ്റെ അമ്മ വലിയ മൈലാഞ്ചി ഡിസൈനറൊന്നും അല്ല കേട്ടോ.